എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. 2024 ഈ വർഷം തിയേറ്ററുകളിലേക്ക് റിലീസ് എത്തിയ മലയാള സിനിമകളിൽ ബോക്സ് ഓഫീസിൽ വിജയിച്ച സിനിമകൾ ഏതെല്ലാമാണെന്നാണ് ഈ വീഡിയോയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. വീഡിയോയിലേക്ക് പോകും മുമ്പ് സിനിമാ ലോകത്തെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം കൂടി ഒന്ന് പരിഗണിക്കേണ്ടതാണ്. 2024 ഈ വർഷം മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മികച്ച വർഷങ്ങളിലൊന്നു തന്നെയായിരുന്നു. ആദ്യമേ തന്നെ ജനുവരി മാസത്തിലേക്ക് വരികയാണെങ്കിൽ ജനുവരി മാസത്തിലെ ആദ്യത്തെ വിജയം, അതായത് ഈ വർഷത്തെ ആദ്യത്തെ വിജയം എന്ന് പറയുന്നത് അബ്രഹാം മോസ്ലർ എന്ന സിനിമയാണ്. മിഥുൻ മാനൽ തോമസിൻ്റെ സംവിധാനത്തിൽ ജയറാമിനെ കേന്ദ്ര കഥാപാത്രമാക്കി തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്തി നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂക്ക അടക്കം ഒരു ക്യാമറ റോളിലെത്തിയ സിനിമ കൂടിയായിരുന്നല്ലോ അബ്രഹാം മോസ്ലർ. ഈ വർഷം ആദ്യം തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്ത സിനിമകളിൽ ഏറ്റവും മികച്ച അഭിപ്രായങ്ങളും മികച്ച കളക്ഷൻ നേടിയ സിനിമ കൂടിയാണ് അബ്രഹാം മോസ്ലർ. ജനുവരി മാസം അബ്രഹാം മോസ്ലർ ഒഴിച്ച് ബാക്കി എല്ലാ സിനിമകളും പരാജയപ്പെട്ട സിനിമകളായിരുന്നു. ഇനി ഫെബ്രുവരി മാസത്തിലേക്ക് വരികയാണെങ്കിൽ ഫെബ്രുവരി മാസം ആദ്യ വാരം തിയേറ്ററുകളിലേക്ക് റിലീസ് എത്തിയ മലയാളത്തിലെ ഫീൽ ഗുഡ് എൻ്റർടൈൻമെൻറ്റ് കോമഡി വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണല്ലോ ഗിരീഷ് ഷെഡി സംവിധാനം ചെയ്ത് നസീൻ മമിത ബൈജു കോംബോയിൽ തിയേറ്ററുകളിലേക്ക് റിലീസിനെത്തി വലിയ വിജയം നേടിയ സിനിമയാണ് പ്രേമലു. മലയാളത്തിന് പുറമെ തെലുങ്ക് സംസ്ഥാനങ്ങളിൽ മികച്ച അഭിപ്രായങ്ങൾ നേടിയ സിനിമ കൂടിയാണല്ലോ പ്രേമലു. സിനിമ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 100 കോടിയും കടന്ന് 130 കോടി രൂപയാണ് ചിത്രം ഗ്രോസ് കളക്ഷൻ നേടിയിരുന്നത്. അതേസമയം ഫെബ്രുവരി മാസത്തിൽ തന്നെ തിയേറ്ററുകളിലേക്ക് റിലീസെത്തി നമ്മളെ ഞെട്ടിച്ചൊരു മറ്റൊരു മലയാള സിനിമയാണ് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ജോണർ വിഭാഗത്തിൽപ്പെടുന്ന ബ്രഹ്മയുഗം. രാഹുൽ സദാശിവന്റെ സംവിധാനത്തിൽ മമ്മൂക്കിയെ കേന്ദ്ര കഥാപാത്രമാക്കി തിയേറ്ററുകളിലേക്ക് റിലീസെത്തി എങ്ങും ഹെവി പോസിറ്റീവ് അഭിപ്രായങ്ങൾ നേടി ബോക്സ് ഓഫീസിൽ 50 കോടിക്ക് മുകളിൽ രൂപ ഗ്രോസ് കളക്ഷൻ നേടിയ സിനിമ കൂടിയാണ് ബ്രഹ്മയുഗം. ഫെബ്രുവരി മാസത്തിൽ തന്നെ തിയേറ്ററുകളിലേക്ക് റിലീസെത്തിയ മറ്റൊരു മലയാള സിനിമയാണ് ഒരു സർവൈവർ ജോണർ വിഭാഗത്തിൽ തിയേറ്ററുകളിലേക്ക് റിലീസെത്തി ബോക്സ് ഓഫീസിൽ വലിയ വിജയമായി മാറിയ മഞ്ഞുമൽ ബോയ്സ്. ചിദംബരത്തിന്റെ സംവിധാനത്തിൽ ഒരു പിടി യുവാക്കളെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി തിയേറ്ററുകളിലേക്ക് റിലീസിനെത്തി മലയാളത്തിന്റെ എക്കാലത്തെയും ബ്ലോക്ക് ബസ്റ്റർ ഇൻഡസ്ട്രിയൽ ഹിറ്റായി മാറിയ സിനിമ കൂടിയാണ് മഞ്ഞുമൽ ബോയ്സ്. മലയാളത്തിന് പുറമെ തമിഴ്നാട്ടിലാണ് ചിത്രം കൂടുതൽ ആഘോഷിക്കപ്പെട്ടത്. തമിഴ്നാട് ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം ഒരു മലയാള സിനിമ 50 കോടിക്ക് മുകളിൽ രൂപ ഗ്രോസ് കളക്ഷൻ നേടിയ സിനിമ കൂടിയാണ് മഞ്ഞുമൽ ബോയ്സ്. വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 200 കോടിയും കടന്ന് 230 കോടി രൂപയാണ് ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ മഞ്ഞുമൽ ബോയ്സ് ഗ്രോസ് നേടിയിരിക്കുന്നത്. മലയാള സിനിമ കണ്ട ആദ്യത്തെ 200 കോടി ക്ലബിൽ കയറിയ സിനിമ കൂടിയാണ് മഞ്ഞുമൽ ബോയ്സ്. മാർച്ച് മാസത്തിലേക്ക് വരികയാണെങ്കിൽ ആകെ ഒരു ഹിറ്റ് മാത്രമേ മാർച്ച് മാസത്തിൽ ഉണ്ടായിരുന്നുള്ളൂ. അത് പൃഥ്വിരാജ് സുകുമാരൻ നായകനെത്തി തിയേറ്ററുകളിലേക്ക് റിലീസിനെത്തി വലിയ വിജയം നേടിയ സിനിമ കൂടിയാണ് ആടുജീവിതം. ബ്ലസ്സിയുടെ സംവിധാനത്തിൽ പൃഥ്വിരാജ് സുകുമാരനെ നായകനാക്കി തിയേറ്ററുകളിലേക്ക് റിലീസിനെത്തി 150 കോടിക്ക് മുകളിൽ രൂപ ഗ്രോസ് കളക്ഷൻ നേടി പൃഥ്വിരാജ് സുകുമാരന് കേരള സ്റ്റേറ്റ് അവാർഡ് നേടിക്കൊടുത്ത സിനിമ കൂടിയാണ് ഗോട്ട് ലൈഫ് അഥവാ ആടുജീവിതം. പൃഥ്വിരാജ് സുകുമാരൻ്റെ കരിയറിൽ തന്നെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സിനിമ കൂടിയാണ് ആടുജീവിതം. അടുത്തത് ഏപ്രിൽ മാസത്തിലേക്ക് വരികയാണെങ്കിൽ ഏപ്രിൽ മാസം തിയേറ്ററുകളിലേക്ക് വിഷു പ്രമാണിച്ച് റിലീസിനെത്തിയ മലയാള സിനിമയാണല്ലോ ആവേശം. ജിത്തു മാധവന്റെ സംവിധാനത്തിൽ ഫഹദ് ഫാസിലിനെ നായകനാക്കി തിയേറ്ററുകളിലേക്ക് റിലീസിനെത്തി ബോക്സ് ഓഫീസിൽ വമ്പൻ തരംഗമായി മാറിയ സിനിമ കൂടിയാണ് ആവേശം. വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 150 കോടിക്ക് മുകളിൽ രൂപ ഗ്രോസ് കളക്ഷൻ നേടിയ സിനിമ. അങ്ങനെ ആവേശം എന്ന സിനിമ ഫഹദ് ഫാസിലിൻ്റെ കരിയറിൽ തന്നെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന മലയാള സിനിമയായി ഇതിനോടകം തന്നെ മാറിയ സിനിമ കൂടിയാണ്. അതേസമയം ഏപ്രിൽ മാസം തിയേറ്ററുകളിലേക്ക് റിലീസിനെത്തിയ ബോക്സ് ഓഫീസിൽ വിജയിച്ച മറ്റൊരു മലയാള സിനിമയാണ് വർഷങ്ങൾക്ക് ശേഷം. വിനീത് ശ്രീനിവാസന്റെ സംവിധാനത്തിൽ പ്രണവ് മോഹൻലാൽ, ധ്യാൻ ശ്രീനിവാസൻ തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി തിയേറ്ററുകളിലേക്ക് റിലീസിനെത്തി മികച്ച അഭിപ്രായങ്ങൾ തിയേറ്റർ റിലീസിന് ശേഷം നേടി. എന്നാൽ പിന്നീട് OTT റിലീസിന് ശേഷം ഒരുപാട് ട്രോളുകൾ നേടിയ സിനിമ കൂടിയാണ് വർഷങ്ങൾക്ക് ശേഷം. എങ്കിൽ പോലും ഈ സിനിമ ബോക്സ് ഓഫീസിൽ വിജയം കണ്ട സിനിമ കൂടിയാണ്. ഇനി മെയ് മാസത്തിലേക്ക് വരികയാണെങ്കിൽ മെയ് മാസത്തിൽ തിയേറ്ററുകളിലേക്ക് റിലീസിനെത്തിയ മലയാളത്തിലെ ഫാമിലി കോമഡി ജോണർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമ കൂടിയാണല്ലോ ഗുരുവായൂരമ്പൽ നടയിൽ. വിപിൻ ദാസിന്റെ സംവിധാനത്തിൽ ബേസിൽ ജോസഫ്, പൃഥ്വിരാജ് സുകുമാരൻ തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി തിയേറ്ററുകളിലേക്ക് റിലീസെത്തി ബോക്സ് ഓഫീസിൽ 90 കോടിക്ക് മുകളിൽ രൂപ ഗ്രോസ് കളക്ഷൻ നേടിയ സിനിമ കൂടിയാണ് ഗുരുവായൂരമ്പൽ നടയിൽ. അടുത്തത് മെയ് മാസത്തിൽ തന്നെ തിയേറ്ററുകളിലേക്ക് റിലീസിനെത്തിയ മമ്മൂക്ക നായകനെത്തിയ സിനിമ കൂടിയാണല്ലോ ടർബോ. വൈശാഖിന്റെ സംവിധാനത്തിൽ മമ്മൂക്കയെ കേന്ദ്ര കഥാപാത്രമാക്കി തിയേറ്ററുകളിലേക്ക് റിലീസെത്തി ബോക്സ് ഓഫീസിൽ വിജയിച്ച സിനിമ കൂടിയാണ് ടർബോ. മെയ് മാസത്തിൽ തിയേറ്ററുകളിലേക്ക് റിലീസെത്തിയ മറ്റൊരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ജോണർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമ കൂടിയാണല്ലോ തലവൻ. ബിജു മേനോൻ, ആസിഫ് അലി തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി തിയേറ്ററുകളിലേക്ക് റിലീസിനെത്തി വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 50 കോടിക്ക് മുകളിൽ രൂപ ഗ്രോസ് കളക്ഷൻ നേടിയ സിനിമ കൂടിയാണ് തലവൻ. ഇനി ഓഗസ്റ്റ് മാസത്തിലേക്ക് വരികയാണെങ്കിൽ ഓഗസ്റ്റ് മാസത്തിൽ തിയേറ്ററുകളിലേക്ക് റിലീസിനെത്തിയ മലയാളത്തിലെ ഒരു ഫാമിലി കോമഡി ജോണർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമ കൂടിയാണല്ലോ നുണക്കുഴി. ജിത്തു ജോസഫിന്റെ സംവിധാനത്തിൽ ബേസിൽ ജോസഫിനെ കേന്ദ്ര കഥാപാത്രമാക്കി തിയേറ്ററുകളിലേക്ക് റിലീസിനെത്തി ബോക്സ് ഓഫീസിൽ വിജയിച്ച മികച്ച അഭിപ്രായങ്ങൾ നേടിയ സിനിമ കൂടിയാണ് നുണക്കുഴി. അടുത്ത സിനിമ ഓഗസ്റ്റ് മാസത്തിൽ തിയേറ്ററുകളിലേക്ക് റിലീസിനെത്തി ബോക്സ് ഓഫീസിൽ മറ്റൊരു വലിയ വിജയമായി മാറിയ സിനിമ കൂടിയാണ് വാഴ. വിപിൻ ദാസിന്റെ സംവിധാനത്തിൽ ഒരു പിടി യുവാക്കളെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി തിയേറ്ററുകളിലേക്ക് റിലീസിനെത്തി മികച്ച അഭിപ്രായങ്ങൾ നേടി ബോക്സ് ഓഫീസിൽ വിജയിച്ച മറ്റൊരു സിനിമ കൂടിയാണ് വാഴ. സെപ്റ്റംബർ മാസത്തിലേക്ക് വരികയാണെങ്കിൽ ഓണം പ്രമാണിച്ച് തിയേറ്ററുകളിലേക്ക് റിലീസിനെത്തിയ മലയാളത്തിലെ ത്രില്ലർ ജോണർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമ കൂടിയാണല്ലോ കിഷ്കിന്ധ കാണ്ഡം. ദിൻജിത്ത് അയ്യത്തിന്റെ സംവിധാനത്തിൽ ആസിഫ് അലിയെ നായകനാക്കി തിയേറ്ററുകളിലേക്ക് റിലീസിനെത്തി ആസിഫ് അലിയുടെ കരിയറിൽ തന്നെ ഏറ്റവും വലിയ ബ്ലോക്ക് ബസ്റ്റർ വിജയമായി മാറിയ സിനിമ കൂടിയാണ് കിഷ്കിന്ധ കാണ്ഡം. പേഴ്സണലി ഈ വർഷം എനിക്ക് തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്ത സിനിമകളിൽ വെച്ച് മികച്ച തിയേറ്റർ എക്സ്പീരിയൻസ് കിട്ടിയ സിനിമ കൂടിയാണ് കിഷ്കിന്ധ കാണ്ഡം.
അതേസമയം തന്നെ തിയേറ്ററുകളിലേക്ക് റിലീസ് എത്തിയ ടോവിനോ തോമസ് നായകനെത്തിയ ഏറ്റവും പുതിയ മലയാള സിനിമയായിരുന്നല്ലോ അജയൻ്റെ രണ്ടാം മോഷണം. ജിതിൻ ലാലിൻ്റെ സംവിധാനത്തിൽ ടോവിനോ തോമസിനെ നായകനാക്കി തിയേറ്ററുകളിലേക്ക് റിലീസ് എത്തിയ മികച്ച അഭിപ്രായങ്ങൾ നേടി മികച്ച കളക്ഷൻ നേടി 100 കോടി ക്ലബിൽ കയറിയ സിനിമ കൂടിയാണ് ARM. അതോടൊപ്പം ടോവിനോ തോമസിൻ്റെ കരിയറിൽ തന്നെ ഏറ്റവും വലിയ ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയ സിനിമ കൂടിയാണ് ARM. ഒക്ടോബർ മാസത്തിലേക്ക് വരികയാണെങ്കിൽ ഒക്ടോബർ മാസം തിയേറ്ററുകളിലേക്ക് റിലീസ് എത്തിയ അമൽ നീര സംവിധാനം ചെയ്ത ഏറ്റവും പുതിയ മലയാളത്തിലെ ത്രില്ലർ ജോണർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമ കൂടിയാണല്ലോ ബൊഗെയിൻവില്ല. അമൽ നീരദിൻ്റെ സംവിധാനത്തിൽ കുഞ്ചാക്കോ ബോബൻ, ജ്യോതിർമയി, ഫഹദ് ഫാസിൽ തുടങ്ങിയവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി തിയേറ്ററുകളിലേക്ക് റിലീസ് എത്തി ബോക്സ് ഓഫീസിൽ വിജയിച്ച സിനിമ കൂടിയാണ് ബൊഗെയിൻവില്ല. ഒക്ടോബർ മാസത്തിൽ തിയേറ്ററുകളിലേക്ക് റിലീസ് എത്തിയ ബോക്സ് ഓഫീസിൽ വിജയിച്ച മറ്റൊരു മലയാള സിനിമയാണ് ജോർജ് ജോർജ് സംവിധാനം ചെയ്ത തിയേറ്ററുകളിലേക്ക് റിലീസ് എത്തിയ പണി. ജോർജ് ജോർജ് ആദ്യമായി രജനിയും സംവിധാനം ചെയ്ത തിയേറ്ററുകളിലേക്ക് റിലീസ് എത്തിയ പണിയിൽ നമ്മുടെ ബിഗ് ബോസ് താരങ്ങളായ സാഗറും ജുനൈസും ഒരു പ്രധാന കഥാപാത്രങ്ങളായി എത്തുന്നുണ്ട്. ചിത്രത്തിൻ്റെ മേക്കിങ്ങിൽ തന്നെ മികച്ച അഭിപ്രായങ്ങൾ നേടി ബോക്സ് ഓഫീസിൽ വിജയിച്ച സിനിമ കൂടിയാണ് പണി. MC ജിതിൻ്റെ സംവിധാനത്തിൽ ബേസിൽ നസ്രിയ കോംബോയിൽ തിയേറ്ററുകളിലേക്ക് റിലീസ് എത്തി വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 50 കോടിക്ക് മുകളിൽ രൂപ ഗ്രോസ് കളക്ഷൻ നേടി ബോക്സ് ഓഫീസിൽ വിജയിച്ച സിനിമ കൂടിയാണ് സൂക്ഷ്മദർശിനി. ഇനി അവസാനമായി ഡിസംബർ മാസത്തിലേക്ക് വരികയാണെങ്കിൽ ഡിസംബർ മാസം 19-ാം തീയതി ക്രിസ്മസ് പ്രമാണിച്ച് തിയേറ്ററുകളിലേക്ക് റിലീസ് എത്തിയ ആഷിഖ് കപൂർ സംവിധാനം ചെയ്ത ഏറ്റവും പുതിയ മലയാളത്തിലെ ആക്ഷൻ സിനിമയാണല്ലോ റൈഫിൾ ക്ലബ്ബ്. നിലവിൽ മികച്ച അഭിപ്രായങ്ങൾ നേടി ബോക്സ് ഓഫീസിൽ ഇപ്പോഴും മുൻപോട്ട് പോകുന്ന സിനിമ കൂടിയാണ് റൈഫിൾ ക്ലബ്ബ്. അവസാനത്തെ സിനിമ ഡിസംബർ മാസം 20-ാം തീയതി ക്രിസ്മസ് പ്രമാണിച്ച് തിയേറ്ററുകളിലേക്ക് റിലീസ് എത്തിയ ഉണ്ണിമുകുന്ദൻ നായകനെത്തിയ ഏറ്റവും പുതിയ മലയാളത്തിലെ ഹെവി വയലൻസ് എത്തിയ സിനിമ കൂടിയാണല്ലോ മാർക്കോ. ഹനീഫ് അദേനിയുടെ സംവിധാനത്തിൽ തിയേറ്ററുകളിലേക്ക് റിലീസ് എത്തി ബോക്സ് ഓഫീസിൽ വമ്പൻ തരംഗമായി വമ്പൻ ട്രെൻഡോടെ ഇപ്പോഴും മികച്ച കളക്ഷനോടെ മുന്നേറുന്ന സിനിമ കൂടിയാണ് മാർക്കോ. നിലവിൽ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 50 കോടി പിന്നിട്ട് 100 കോടിയിലേക്ക് കുതിക്കുന്ന സിനിമ കൂടിയാണ് മാർക്കോ. അങ്ങനെ 2024 ഈ വർഷം തിയേറ്ററുകളിലേക്ക് റിലീസ് എത്തിയ ഒരുപാട് സിനിമകളുണ്ടെങ്കിൽ പോലും ബോക്സ് ഓഫീസിൽ വിജയിച്ച സിനിമകൾ ആകെ 17 സിനിമകൾ മാത്രമാണ്. എങ്കിൽ പോലും മലയാള സിനിമയിൽ ആദ്യമായി ഈ വർഷം 200 കോടി ക്ലബിൽ കയറിയ സിനിമയും 150 കോടി ക്ലബിൽ കയറിയ സിനിമകളും അതുപോലെ തന്നെ 100 കോടി ക്ലബിൽ കയറിയ സിനിമകളും ഒരുപാട് 50 കോടി ക്ലബിൽ കയറിയ സിനിമകളും ഉണ്ടായിരുന്നു. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഈ വർഷം മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം വിജയ ശതമാനം കൂടിയ വർഷം തന്നെയായിരുന്നു. അപ്പോൾ ഇതെല്ലാമാണ് ഈ വർഷം തിയേറ്ററുകളിലേക്ക് റിലീസ് എത്തിയ മലയാള സിനിമകളിൽ ബോക്സ് ഓഫീസിൽ വിജയിച്ച സിനിമകൾ. അപ്പോൾ കാത്തിരിക്കൂ ഇതേപോലുള്ള ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകളും സിനിമാ ലോകത്തെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾക്കായും ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം കൂടി ഒന്ന് പരിഗണിക്കേണ്ടതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം കൂടി ഒന്ന് പരിഗണിക്കേണ്ടതാണ്. പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും നമസ്കാരം.